ഇന്നലെ തിരുവോണ ദിവസം പഴയങ്ങാടിക്കടുത്ത് മാടായി പാറയിൽ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ പലസ്തീൻ അനുകൂല പ്രകടനം നടന്നിരിക്കുന്നു. പലസ്തീൻ അനുകൂല പ്രകടനത്തിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യവും ഉയർത്തുകയുണ്ടായി. ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ 30ഓളം പ്രവർത്തകരാണ് അനുമതിയില്ലാതെ പ്രകടനം നടത്തിയത്. മാടായിപ്പാറ ദേവസ്വം ഭൂമിയിലാണ് ഈ പ്രകടനം നടന്നിട്ടുള്ളത്. ആരുടെ അനുവാദം വാങ്ങിയിട്ടാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മാടായിപ്പാറയിൽ ഈ പ്രകടനം നടത്തിയത്? മാടായിപ്പാറ ദേവസ്വത്തിന്റെ അല്ലെങ്കിൽ അത്തരം ചുമതലപ്പെട്ടവരുടെ അനുവാദം വാങ്ങിയിട്ടില്ല. പോലീസിന്റെ അനുവാദം വാങ്ങിയിട്ടില്ല. പലസ്തീൻ അനുകൂല മുദ്രാവാക്യം ഉയർത്തി, ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം ഉയർത്തിയ ഈ 30 ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തകരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഈ പെൺകുട്ടികൾ മാടായിപ്പാറയിൽ എത്തിയിരിക്കുന്നത് പഴയങ്ങാടി ഭാഗത്തെ അറിയപ്പെടുന്ന ഒരു സ്കൂളിന്റെ ബസ്സിലാണ് വന്നിരിക്കുന്നത്. സ്കൂൾ ബസ്സിലാണ് ഈ ആളുകൾ അവിടെ എത്തിയിരിക്കുന്നത്. ഇവർക്കെതിരെയും നടപടി സ്വീകരിക്കണം, സ്കൂളിനെതിരെയും നടപടി സ്വീകരിക്കണം. വകുപ്പ് തല അന്വേഷണവും ഈ സ്കൂൾ അധികൃതർക്കെതിരെ ഉണ്ടാവണം. രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്താൻ വേണ്ടി 30ഓളം പെൺകുട്ടികളെ മാടായിപ്പാറയിൽ എത്തിച്ച പഴയങ്ങാടിലെ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അതിന്റെ ബസ്, ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം, വകുപ്പ് തല അന്വേഷണം വേണം എന്നുകൂടി BJP ആവശ്യപ്പെടുകയാണ്. പോലീസ് നിസ്സാര വകുപ്പ് ചുമത്തി ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കാരണവശാലും ഞങ്ങൾക്കത് അംഗീകരിക്കാൻ സാധ്യമല്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ ഇതിനെതിരെ BJP ശക്തമായ പ്രക്ഷോഭം നടത്തും എന്നുകൂടി ഈ അവസരം മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.